ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒരു ഗ്രാനീൻ്റെ വീഡിയോ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, ഞാൻ പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ 3 കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടതാണ്. നമ്മളിതിൽ ഗ്രാനി മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടോ. അപ്പോൾ അതുവരെ ബൈ ബൈ. ഞാൻ അതിൻ്റെ ഇടയിൽ സംസാരിക്കുന്നുണ്ടാവും. ഓക്കെ ബൈ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കാണാം. ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഗൈസ്, അപ്പം നമ്മൾ ഈ സ്റ്റോറി കാണണ്ടല്ലോ. സ്റ്റോറി ഒരു സുഖമില്ല. ഞാൻ കണ്ടതാണ് 2-3 വട്ടം. അപ്പോൾ കുറച്ച് ഡേ 1 സ്റ്റാർട്ടായിട്ടുണ്ട്. ഡേ 1 ആണ്. അങ്ങനെ സ്റ്റാർട്ടായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ജയിലിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ തുറക്കുകയാണ് ഗൈസ്. അങ്ങനെ പൂട്ട് തുറന്ന് പോയിട്ട് എനിക്ക് നോക്കട്ടെ, കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഓപ്പൺ ആക്കാണ്ട് ഗൈസ്. അത് ഓപ്പൺ ആക്കിയിട്ട് ഓക്കെ സംസാരിക്കാം. നമുക്ക് ഇവിടുന്ന് ഗ്രാനിനെ വിളിച്ചു വരുത്തല്ലെങ്കിൽ പണിയാവും. ഒരു ടെക്നിക്കാണ് അതൊക്കെ. നമുക്ക് ഇവിടുന്ന് എന്തൊക്കെയാ മറ്റേ വെപ്പൺ കീ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വെപ്പൺ കീ എടുത്ത് നൈസായി പോകാനുള്ള പരിപാടി തന്നെയാണ് ഞാൻ. നമ്മൾ കുറേ ബോക്സൊക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോക്സൊക്കെ ഓപ്പൺ ചെയ്ത് അങ്ങനെ ട്രെയിനിൻ്റെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമാണ്. നമ്മൾ അപ്പൂപ്പൻ റൂമിലെത്തി ഗൈസ്. വെപ്പൺ എടുക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ വെപ്പൺ എടുക്കാൻ പോവുകയാണ്. എപ്പോഴും മാത്രം എടുത്തിട്ട് കാര്യമില്ല, കല്ലിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ഗ്രാനി കണ്ടിട്ടില്ല ഗൈസ്. എന്താ അറിയില്ല, ഗ്രാനി നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടും വരാതെ നിൽക്കുന്നതാണോന്നൊരു ഒരു ഡൗട്ടില്ല. ലാസ്റ്റ് പണി കിട്ടാനാണോ ഒന്നും അറിയില്ല കേട്ടോ ഗൈസ്. എന്ത് ചെയ്യാനാ, ഗ്രാനീൻ്റെ ഒരു പ്രത്യേകതകളെ.
നമുക്കങ്ങനെ ഇത് കിട്ടിയിട്ടുണ്ട് ഗൈസ്, വെപ്പൻ. ഇനി ഗ്രാനി അടിച്ച് ഉറക്കി തല കാട്ടി ഇങ്ങനെ നമ്മളെല്ലാം ഇടിച്ച് സൂപ്പാക്കിയിട്ടും ഗൈസ്. അങ്ങനെ ഗ്രാനി വന്നിട്ടുണ്ട്. ഗ്രാനി നമ്മൾ വൺ ടാപ്പന്നെ അടിച്ചിട്ട് ഗൈസ്. ഫ്രീ ഫയർ ഒക്കെ കളിച്ചിട്ടേ ഫുൾ പവറാണ്. അതുകൊണ്ട് അങ്ങനെ ഗ്രാനീന് വൺ ടാപ്പൊക്കെ അടിച്ച് നമ്മളതിൽ കല്ല് വേണം. കല്ലെടുത്തിട്ട് മറ്റേ പരിപാടിയിലാണ് ഗൈസ്. കല്ലൊക്കെ എടുത്തിട്ട് നൈസായി മറ്റേ ആ പെണ്ണിനെ കണ്ടിട്ടുണ്ട്. അതിനെ ഓഫാക്കിയിടാൻ മറന്നും പോയി. അങ്ങനെ നമ്മൾ ചില്ല് പൊട്ടിക്കാൻ പോവാണ് ഗൈസ്. ചില്ല് പൊട്ടിക്കുന്ന അവിടെ എത്തുമ്പോൾ പറയാം. ഗൈസ് നമ്മൾ ചില്ല് പൊട്ടിച്ചിട്ടുണ്ട്. ചില്ല് പൊട്ടിച്ച് അകത്ത് കയറിയിട്ട് എന്താ ഉള്ളത് നോക്കുമ്പോൾ നമുക്കെന്താ ഷെഡ് കിട്ടി. ഷെഡ് കീ നമ്മൾ 3 പാർട്ടായിട്ട് ചെയ്യാനാണ് ഉദ്ദേശം. ഒന്ന് ഗ്രാനി, വേറൊന്ന് ഗ്രാൻഡ് ഫാദർ, പിന്നെ വേറൊന്ന് 2 പേരും ഉള്ളതാണ്. അതിലൊരു പാർട്ട് ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എൻ്റെ ഗൈസ് ഇങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടിടുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാക്കുന്ന മോശമല്ലേ ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. കോക്കനറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. തേങ്ങ മലയാളത്തിൽ പറയുമ്പോൾ തേങ്ങ എന്നൊക്കെ പറയും. അങ്ങനത്തെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതല്ലെങ്കിൽ സ്ക്രൂ തുറന്ന് അകത്ത് കയറിയിട്ട് ബാക്കി പരിപാടികൾ. വേറൊരു പെട്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചാടിയിട്ടുണ്ട് ഗൈസ്. ആ പെട്ടിയിൽ നമ്മൾ ട്രെയിൻ എസ്കേപ്പാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ട്രെയിൻ എസ്കേപ്പിൻ്റെ വെയിൻ 1 ആയിട്ടുള്ള ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ താഴെ പോയിട്ട് അത് സെറ്റാക്കട്ടെ. മറ്റവളെ കണ്ട് ഗൈസ്. നമുക്ക് കയറിപ്പോൾ ചാവും. എങ്ങനെ ഇരിക്കുന്നു? ചത്തിട്ടുണ്ട്. അപ്പം ഞാൻ 2 or 3 വട്ടമായിട്ടാണ് ചത്തിട്ടുള്ളത്. അപ്പോൾ ഡേ 2 ആണ് ഗൈസ്. അപ്പോൾ ഡേ 2-ലെ വിശേഷങ്ങൾ നമുക്കറിയാം. നമുക്കിവിടെ ഇത് ഓപ്പണൊക്കെ ആക്കേണ്ട അവസ്ഥയാണ് ഗൈസ്. ഫുള്ള് ശോകമാണ്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഷെഡ് കീ ഒക്കെ എടുത്ത് ഷെഡ് കീ അവിടെ ഇട്ടിട്ട് നമ്മൾ ട്രെയിനിൻ്റെ സാധനം എടുത്തിട്ട് ആ ട്രെയിനിൻ്റെ അടുത്ത് പോവാണ്. അപ്പോൾ ട്രെയിനിൻ്റെ അടുത്ത് പോയിട്ട് ബാക്കി വിശ്വസിക്കും. നമ്മൾ ട്രെയിനിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അതും ഓണാക്കി ഇട്ടു. നമ്മൾ ഗ്രാനിയും അങ്ങനത്തെ പുതിയ ഗെയിംസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഗ്രാനി വന്നു ഗൈസ്. ഗ്രാനീൻ്റെ മുമ്പിൽ തന്നെ പോയി പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നൈസായി ഗ്രാനീൻ്റെ അടുത്തുള്ള ചെറിയൊരു ഭയം കൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും ഗ്രാനീൻ്റെ അടുത്ത് ചെറുതായിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ പെണ്ണിനെ കണ്ട് ഗൈസ്. എന്ത് വിദ്യ നോക്കണേ. ആ പെണ്ണിനെ കണ്ടിട്ട് എനിക്ക് നല്ല മുറിയൊക്കെ പറ്റി ഗൈസ്.
ഇവിടുന്ന് എന്തോ ഒരു കീ കിട്ടി, അത് എടുത്ത് ഞാൻ മുകളിലോട്ട് പോകാൻ നിൽക്കുകയാണ് ഗൈസ്. എന്തോ ഒരു കീ, എന്തോന്ന് ഓപ്പൺ ആക്കാനുള്ളത്. അതിലും എനിക്ക് വേണ്ടാത്ത സാധനം തന്നെ. ഞാൻ ഡോർ എസ്കേപ്പ് അല്ലല്ലോ, അറിയാലോ, ഞാൻ ട്രെയിൻ എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു ഇതിലാണ്. നമ്മൾ പിന്നെയും ഷട്ടറിൻ്റെ മറ്റെന്തായിരുന്നു ആ കീ എടുത്തുകൊണ്ട് പോവാണ് ഗൈസ്. എന്ത് ചെയ്യാനാ, പേരൊക്കെ ഉണ്ട്, ഷെഡ് കീ. ആ ഷെഡ് കീ എടുത്തുകൊണ്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ ഷെഡ് കീ എടുത്തിട്ട് ഇതിൻ്റെ താഴോട്ട് ചാടണം. ചാടിയില്ലെങ്കിൽ എനിക്ക് പണിയാവും. ഞാൻ ചാടി അങ്ങനെ വന്ന് അവിടെ തീപ്പെട്ടി ഉണ്ട് ഗൈസ്. എനിക്ക് എന്തായാലും ഇനി വരുന്നിടത്ത് കാണാൻ വെച്ചിട്ട് ഞാൻ ആ ഷെഡ് ഓപ്പണാക്കി. അപ്പോൾ എനിക്ക് ആ ബൊമ്മക്കുട്ടീനെ കിട്ടി ഗൈസ്. ആ ബൊമ്മക്കുട്ടീനെ വെച്ചാൽ വല്ലാത്തൊരു സാധനമാണ്. നല്ല എന്താ ഗ്രാനി പെട്ടെന്ന് വരും. അതുകൊണ്ട് ഞാൻ കല്ലെടുക്കാമെന്ന് വെച്ചു ഗൈസ്. അപ്പം ഞാൻ മുകളിലോട്ട് പോവാണ് ഗൈസ്. ബൊമ്മക്കുട്ടീനെ വേണ്ടിയിട്ട് മുകളിലാണ് ഇതിൻ്റെ സാധനം ഉള്ളത്. എൻ്റെ തൊട്ടിൽ, ആ തൊട്ടിൽ കൊണ്ടിട്ടാ മറ്റേ ഞാൻ കണ്ട പെണ്ണ് അവൾ മാനി വെക്കോളും. അതുകൊണ്ട് പിന്നെ അതിനായിട്ടുള്ള ഒരു ശല്യം ഉണ്ടാവില്ല. പിന്നെ ഒരു കീയും കിട്ടും. ആ കീ എനിക്കൊരു ഉപകാരമില്ലാത്ത ഗൈസ്. എന്ത് ചെയ്യാനാ, എല്ലാ ഉപകാരം വേണ്ട ആ കീനെ കൊണ്ട്. അതിനും കൊണ്ട് ഒരു ഉപകാരമില്ല. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആ പ്രേതം. ഇവളാണ് പോകാൻ പോകുന്നത്. ഇവളെ വായ കാണുമ്പോൾ തന്നെ പേടിയാണ് ഗൈസ്. അപ്പോൾ ഇനി അടുത്തൊരു സ്ഥലത്ത് വെച്ച് കാണുന്നവരെ ബൈ. നമുക്കൊരു പലകാ കഷ്ണം കിട്ടിയിരുന്നു. അതുകൊണ്ട് നമ്മൾ പോകാൻ പോവാണ് ചോദിച്ചാൽ അപ്പോൾ ഒരു കല്ല് കൊടുത്ത്, കല്ല് കണ്ടപ്പോൾ കല്ല് കൊടുത്ത്. ഗ്രാനീൻ്റെ ഒരു ട്രപ്പി വന്ന് കുടുങ്ങി കഴിച്ചു. എന്തോ ഒരു അവസ്ഥ. ഗ്രാനീൻ്റെ ഒരു
ട്രാപ്പിൽ വന്ന് കുടുങ്ങിയപ്പോൾ ആ പലക വെക്കാനുള്ള സ്ഥലത്തോട്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. ആ പലകയും വെച്ചിട്ട് നമ്മൾ കടന്നു പോവാണ് ഗൈസ്. അപ്പം നമുക്ക് വേണ്ടൊരു സാധനം തന്നെ കിട്ടിയിട്ടുണ്ട് അവിടുന്ന്. ട്രെയിനിൻ്റെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് സന്തോഷം. ഇത് നമ്മൾ ഇവിടെ ഇടാൻ പോവാണ് ഗൈസ്. അപ്പം താഴെ ഉണ്ടാവും. ഈ ബാക്കിയുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കാം. നമ്മളങ്ങനെ കല്ലും തിരക്കി ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. വല്ല കല്ലും കിട്ടിയ ഭാഗ്യെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ നിന്നൊരു കല്ല് കിട്ടി ഗൈസ്. നല്ലൊരു കല്ലാണ്. ആ കല്ല് കിട്ടി. നമ്മൾ ഫസ്റ്റ് കണ്ട തേങ്ങ എടുത്തിട്ട് നമ്മൾ പിന്നെ താഴോട്ട് ഇടാൻ പോവാണ് ഗൈസ്. നമ്മൾ ഇവിടെ വന്ന് നോക്കി, ഇവിടെ അല്ല, ഇത് ഫ്രണ്ടാന്ന് മനസ്സിലായി. എന്നിട്ട് നമ്മൾ ബാക്കോട്ട് പോയിട്ട് അവിടെ ഇട്ടിട്ട് നമ്മൾ നേരെ താഴെ ഇറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പം നമ്മൾ ബോഡി ഷോട്ട് അടിച്ചിട്ട് തല ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്രാനീൻ്റെ. അപ്പം നമ്മളിൽ ആകെ ഒരു കല്ലല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതെടുത്തിട്ട് നമ്മൾ പുറത്തോട്ട് പോയപ്പോൾ അതാ കോക്കനട്ട് തേങ്ങ അതെടുത്ത് നമ്മൾ അത് എടുക്കാൻ വേണ്ടി ഓടുകയാണ് ഗൈസ്. അങ്ങനെ നിന്നിട്ട് കിട്ടില്ല. അപ്പം നമ്മൾ ഇരുന്നിട്ട് അങ്ങ് എടുത്ത് എന്നിട്ട് നമ്മൾ ആ തേങ്ങ പൊളിക്കാൻ പോവാണ്. അതിലും ആവശ്യമുള്ള സാധനം തന്നെയാണുള്ളത്, അതായത് ഗോൾഡ് കോയിൻ, അതായത് കോയിൻ. ആ കോയിൻ എടുത്താൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്താൽ മറ്റേ ആ പീപ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ആ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി സ്വിച്ച് ചെയ്തു. ടിക്കറ്റ് എടുത്ത് ഇനിയിപ്പോൾ മറ്റേ ആ പീപ്പീൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കണം. അപ്പോൾ പി നമുക്ക് ഡോറ് തുറന്ന് തരും. ഞാനൊരു വട്ടം ക്ലിക്ക് ചെയ്തു. അപ്പോൾ പി വന്നു. അപ്പോൾ ആ പീപ്പിനെ 2 മിനിറ്റ് നോക്കിയിട്ട് 2 സെക്കൻഡ് നോക്കിയിട്ട് പിന്നെയും തുറന്നു. അപ്പോൾ പീപ്പിനെ തുറന്നു. എന്നിട്ട് മുകളിലോട്ട് തന്നെ പോവാണ് ഗൈസ്. നമ്മൾ വുഡ് എടുത്തു ഗൈസ്. വുഡ് മരം എടുത്തിട്ട് നമ്മൾ കത്തിക്കാനുള്ള ഒരു ഇതിലാണ്. അപ്പം എന്നെ ഗ്രാനി ഒന്നും കൂടി വന്ന് കൊന്നു ഗൈസ്.
ഞാനെല്ലാം എടുത്തു വെച്ചപ്പോൾ എന്നെ ഗ്രാനി പിന്നെയും വന്ന് കൊന്നു ഗൈസ്. അപ്പോൾ ഡേ 3. അപ്പം ഇതിൻ്റെ ഇടയിൽ ഒരു പരസ്യം വന്നു ഗൈസ്. അപ്പം ഈ പരസ്യം 2 സെക്കൻഡിട്ടോ കളിക്കേണ്ട ആവശ്യം വന്നു. നിങ്ങൾ വെറുതെ ഇരുന്ന് കാണുക, അതന്നെ എനിക്ക് അത്ര പറയാനുള്ളൂ. നെറ്റ് ഓഫാക്കാൻ മറന്നുപോയി ഗൈസ്. ഗ്രാനി കളിക്കുമ്പോൾ നെറ്റിൻ്റെ ആവശ്യമില്ലല്ലോ, ഞാൻ ഓഫാക്കാൻ മറന്നുപോയി. അപ്പോൾ ഡേ 3 നമ്മളിത് പിന്നെയും തുറന്നിട്ടുണ്ട് ഗൈസ്. ഇത് കത്തിക്കാൻ വേണ്ടി നമ്മൾ താഴോട്ടിറങ്ങി കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതെടുത്തപ്പം തന്നെ ഗ്രാനി അങ്ങോട്ടും വന്നു ഗൈസ്. എന്ത് കഷ്ടമാണ് നോക്കണം, ഈ ഗ്രാനിക്ക് ഇപ്പം തന്നെ വരാൻ കണ്ടുള്ളൂ. നോക്കിക്കോ, ഞാൻ എടുത്ത് കത്തിക്കാൻ നിൽക്കുമ്പോൾ അത് താഴെ വീണു. എടുത്തപ്പം തന്നെ ഗ്രാനിയും വന്നു. അപ്പം ഞാനങ്ങ് ഓട്ടി ഗൈസ്. ഇല്ല, എൻ്റെ കാര്യം അവിടെ കത്താം. ഡേ 4 ആവും. അപ്പം ഞാൻ താഴോട്ട് ചാടി, ഗ്രാനിയൊന്ന് പറ്റിക്കാന്ന് വെച്ചിട്ട് താഴോട്ട് ചാടിയിട്ട് ആ സാധനം എടുത്തിട്ട് കൊണ്ടുപോയിടാന്ന് വെച്ചു. അപ്പോൾ പിന്നെ ആ റിസ്ക് ഇല്ലല്ലോ, അത് കൊണ്ടിട്ടാൽ എസ്കേപ്പ് ആയ പോരെ. അത് കൊണ്ടിടാൻ പോവുകയാണ് ഗൈസ് നമ്മൾ. കൊണ്ടിടാനുള്ള സ്ഥലത്തെത്തി ഗൈസ്. അങ്ങനെ കൊണ്ടിട്ട് ഇനി താക്കോലും കൂടിയും കിട്ടി നമുക്ക് എസ്കേപ്പ് ആവാം. ഇനി നമ്മൾ 2-3 പാർട്ടുണ്ടാവും, 6 പാർട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ ഡോർ എസ്കേപ്പും ട്രെയിൻ എസ്കേപ്പും അങ്ങനെ മാറി മാറി ചെയ്ത് ഗ്രാനിയും ഗ്രാൻഡ് ഫാദറും അവരെ മിക്സഡും എല്ലാവരും കൂടിയും ചെയ്ത് അങ്ങനെ എത്തും. തോക്കെടുക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾക്ക് തോക്കിൻ്റെ ഫയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിലാണ്. വെറുതെ തോക്കെടുത്ത് കൈ പിടിച്ചാണ്. ഉണ്ട കിട്ടി. അപ്പോൾ കിട്ടി. എനിക്ക് അവിടെ നിന്ന് തന്നെ 2 കല്ല് കിട്ടി കേട്ടോ. ഇല്ല, അവിടെ നിന്ന് കിട്ടില്ലല്ലേ, അതാ അവിടെ ഒരു കല്ലുണ്ടായിരുന്നു. അപ്പോൾ 2 മിനിറ്റ് 3 സെക്കൻഡിലേക്കുള്ള ഗ്യാപ്പ് കിട്ടി. അപ്പോൾ ഇവിടെ തന്നെ വേറൊരു കല്ലും ചിലപ്പം കിട്ടും എന്ന് വിചാരിച്ചപ്പോൾ ഒരു കല്ലും കിട്ടിയില്ലേ. ആകെ ഒറ്റ കല്ല് കിട്ടി. എന്നെ ഇവർ ചതിച്ചു. ഇനി നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ മുകളിലെത്തിയിട്ട് കാണാം. അപ്പം നമ്മൾ റൂമിലെത്തി തീ കത്തിക്കാൻ 2-3 വട്ടം കത്തിച്ച്. കാരണം അറിയാലോ, ഇനി നമ്മൾ മുകളിൽ പോയി നോക്കുകയാണെങ്കിൽ കാക്ക പോയിട്ടുണ്ടാവും. ആ കാക്ക പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ കീ കിട്ടും. ട്രെയിൻ കീ അടുത്ത സുഖത്തിൽ രക്ഷപ്പെടാം.
നമുക്ക് ഇവിടുന്ന് ട്രെയിൻ കീ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ട്രെയിൻ കീ എടുത്തിട്ട് നമ്മൾ താഴോട്ട് പോകേണ്ട അവസ്ഥയാണ് ഗൈസ്. അപ്പോൾ ഒരു ട്രിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ചാടിയിട്ട് താഴോട്ട് പോയി. നേരെ ചാടിക്കഴിഞ്ഞാൽ ചാവും. എന്നെ കയറ്റി നല്ല ഷോർട്ടായി ചാടുന്നതാണ്. അപ്പോൾ ഇനിയും ചാടാം ഗൈസ്. ഇനിയും ചാടി ഇരുന്നിട്ട് പിന്നെ നമ്മൾ വേഗം പോവുകയാണ് ഗൈസ്. കാരണം അറിയാലോ ട്രെയിൻ കീ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ പോവുകയാണ് ഗൈസ്. ഇതിൻ്റെ അർത്ഥം നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടി അവിടെ എത്തി ഗൈസ്. അങ്ങനെ ഓടി അവിടെ എത്തിയിട്ട് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓരോ വാതിലും അടയ്ക്കണം ഗൈസ്. ഇതിൽ 3 വാതിൽ അടയ്ക്കണം. 3 ഞാൻ കഷ്ടപ്പെട്ട് അടച്ചു. അതിന് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് ഗൈസ് തലയാട്ടിയിട്ട്. ഇനി കീ അവിടെ ഇടുമ്പോൾ ആ പച്ച ലൈറ്റ് കത്തി. അത് കത്തണം. കത്തിയില്ലെങ്കിൽ ശരിയല്ല. ഈ ഡോർ അടച്ചിട്ട് ഫുയ് എന്നും പറഞ്ഞൊരു ക്ലിക്ക് അങ്ങ് കൊടുത്ത് അങ്ങനെ ഫുയ് എന്നും പറഞ്ഞൊരു ക്ലിക്ക് അങ്ങ് കൊടുത്തിട്ട് സൈഡിലോട്ടും ഇപ്പുറത്തോട്ടൊക്കെ നമ്മളിങ്ങോട്ട് നോക്കി വെപ്പിച്ച് കേസ്. ഞാൻ നോക്കിയതല്ല, വേറെ കാര്യം. ഇനി ഫ്രണ്ടിലോട്ട് ഒറ്റ പൊക്ക് ഫുയ് ഗേറ്റ് അങ്ങ് തകർത്ത്. അങ്ങനെ കളി ഇവിടെ നിന്ന് പവറായിട്ടുണ്ട് കേസ്. അപ്പോൾ ഗ്രാനീനെ കടിക്കുന്നു കേസ്. പാവം, ഞാൻ രക്ഷപ്പെട്ട സങ്കടത്തിൽ നിൽക്കുകയാണ് കേസ്. വേറെ ആ പെണ്ണ് ഒന്നും കൂടി വന്നു കേസ്. അങ്ങനെ വിന്നർ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിന്ന് അവസാനിക്കുകയാണ് കേസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.